അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ ദുറൂസ് പാഠം 15 വാർഷിക പരീക്ഷയ്ക്കുള്ള പാഠങ്ങളാണ്. 15ാമത്തെ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ പ്രസംഗത്തിലെ പ്രധാന കാര്യങ്ങളാണ്. ഹജ്ജത്തുൽ വദാ പ്രസംഗത്തിലെ പ്രധാന കാര്യങ്ങൾ. അദ്ദർസുൽ ഖാമിസ് അശർ പാഠം 15 ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ ഹജ്ജ്. ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ, ഞാൻ വിവരിച്ചു തരാം. ഈ വർഷത്തിന് ശേഷം ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചില്ലെന്ന് വന്നേക്കാം. മനുഷ്യരെ, ഈ പ്രദേശത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ സുദിനത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പവിത്രതയുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞു. ലക്ഷത്തിൽ പരം സ്വഹാബികളെ സാക്ഷിയാക്കി നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. പ്രസംഗത്തിൽ പരാമർശിച്ച പ്രധാന കാര്യങ്ങളിൽ ചിലത് ഇവയാണ്. അപ്പോൾ 14 കാര്യങ്ങൾ നമ്മോട് പറയും. നമുക്കൊന്നുകൂടി വായിക്കാം. ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ, ഞാൻ വിവരിച്ചു തരാം. ഈ വർഷത്തിന് ശേഷം ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചില്ലെന്ന് വന്നേക്കാം. മനുഷ്യരെ, ഈ പ്രദേശത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ സുദിനത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പവിത്രതയുണ്ട്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞു. ലക്ഷത്തിൽ പരം സ്വഹാബികളെ സാക്ഷിയാക്കി നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. പ്രസംഗത്തിൽ പരാമർശിച്ച പ്രധാന കാര്യങ്ങൾ ചിലത് ഇവയാണ്. 1. നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക. 2. 5 നേരം നിസ്കരിക്കുക. 3. റമളാനിൽ നോമ്പനുഷ്ഠിക്കുക. 4. നേതാക്കളെ അനുസരിക്കുക. നമുക്കിന്നത് ബോർഡിലായിട്ട് കാണിച്ചു തരാം. 1 എന്താണ്? 1 നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക. 2. 5 നേരം നിസ്കരിക്കുക. 3. റമളാനിൽ നോമ്പനുഷ്ഠിക്കുക. 4. നേതാക്കളെ അനുസരിക്കുക. 5. അക്രമം നടത്തരുത്. ഇനി 6. പരസ്പരം രക്തം ചിന്തരുത്. 7. അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. 8. അന്യരുടെ ധനം അപഹരിക്കരുത്. 9. സ്ത്രീകളെ ആദരിക്കണം. 10. ദുരാചാരങ്ങൾ വെടിയണം. 11. പലിശ ഉപേക്ഷിക്കണം. ഖുർആനും നബിചര്യയും 12. ഖുർആനും നബിചര്യയും മുറുകെ പിടിക്കണം. 13. മനുഷ്യരെല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. അതായത് ആദം നബിയുടെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളാണ് മനുഷ്യർ. 14. തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയില്ല. ഇങ്ങനെ 14 കാര്യങ്ങൾ. അതിൽ കിതാബിൽ നമ്മൾ 4 വരെയും വായിച്ചില്ല. 5 എന്താണ്? അക്രമം നടത്തരുത്. 6. പരസ്പരം രക്തം ചിന്തരുത്. 7. അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. 8. അന്യരുടെ ധനം അപഹരിക്കരുത്. 9. സ്ത്രീകളെ ആദരിക്കണം. 10. ദുരാചാരങ്ങൾ വെടിയണം. 11. പലിശ ഉപേക്ഷിക്കണം. 12. ഖുർആനും നബിചര്യയും മുറുകെ പിടിക്കണം. 13. മനുഷ്യരെല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. 14. തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയില്ല. ഹിജ്റ 10ാം വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിലായിരുന്നു ഈ പ്രഭാഷണം. അപ്പോൾ എന്താ? ഹിജ്റ 10ാം വർഷമാണ് നബി തങ്ങൾ വിടവാങ്ങൽ ഹജ്ജ് നടത്തിയത്. ഹിജ്റയ്ക്ക് ശേഷം തൻ്റെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജായിരുന്നു അത്. ഹജ്ജത്തുൽ വദാ എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. അപ്പോൾ ആ ചോദ്യങ്ങൾ, അതിൽ നിന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കുക. ആ വർഷം ഹജ്ജ് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 1,00,000-ലധികം സ്വഹാബികൾ ഉണ്ടായിരുന്നു. പ്രഭാഷണത്തിൻ്റെ അവസാനം അവിടുന്ന് പറഞ്ഞു, ഇവിടെ ഹാജറില്ലാത്തവൻ ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. ഫത്ഹ് മക്കയോടെ ജസീറത്തുൽ അറബ് മുഴുവനും ഇസ്ലാം വ്യാപിച്ചിരുന്നു. ഫത്ഹ് മക്ക ഹിജ്റ 8ാം വർഷം ഉണ്ടായ. അപ്പോൾ ഫത്ഹ് മക്ക വിജയത്തോടെ ജസീറത്തുൽ അറബ്, അറേബ്യൻ ഉപദ്വീപുകളെല്ലാം മുഴുവൻ ഇസ്ലാം വ്യാപിച്ചിരുന്നു. അതിൻ്റെ പ്രഭ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്ര നേതാക്കന്മാരെയും രാജാക്കന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കത്തയച്ചു. നാനാഭാഗങ്ങളിൽ നിന്നും ഒറ്റയായും കൂട്ടമായും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി.
മക്കയും മദീനയും ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി പ്രകാശിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന നിയമവ്യവസ്ഥയായ ഇസ്ലാം ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. സ്വഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി യാത്ര ചെയ്തു. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ പ്രകാശം എത്തിച്ചേർന്നു. ഫൽ യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നബി പറഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ അത് തന്നെ. ഫൽ യുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവൻ ഇല്ലാത്തവന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ പാഠം 3-ാം പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുക. ഇനി അതിലെ തദ്രീബാത്തൊന്ന് പെട്ടെന്ന് വായിച്ച് തീർക്കുകയാണ്. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെക്കണം. ആ തദ്രീബാത്ത് നെഖ്റവ് നഫമ് വായിച്ചർത്ഥം ഗ്രഹിക്കണം. ഹജ്ജത്തുൽ വദാ എന്ന് വെച്ചാൽ വിടവാങ്ങൽ ഹജ്ജ്. അഅ്മാലുൽ ഹജ്ജ് എന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. അഫ്വാജ് കൂട്ടങ്ങൾ. ഇർള് അഭിമാനം. ഷാഹിദ് ഹാജറുള്ളവൻ. നിസാ സ്ത്രീകൾ. ഹറാമൻ പവിത്രം. ക്ഷതമേൽപ്പിച്ച് പോറോലേൽപ്പിച്ചു. ഇവിടെ ഹറാം എന്ന് പറയുമ്പോൾ നമ്മൾ ഹറാം നിഷിദ്ധം എന്നർത്ഥം പറയും, പക്ഷേ അത് രണ്ടർത്ഥത്തിന് വരും. ഹറാം ഇവിടെ പവിത്രത, മസ്ജിദുൽ ഹറാം എന്നൊക്കെ പറയൂലേ, അവിടെ പവിത്രത എന്നർത്ഥം, പവിത്രം എന്നർത്ഥം. മറ്റേ ഹറാം നിസ്കാരത്തിൽ നിസ്കാരം ഉപേക്ഷിക്കൽ ഹറാമാന്ന് പറയുന്നത് കുറ്റകരം എന്നർത്ഥത്തിനാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അഭിസംബോധന ചെയ്താൽ വെച്ചാൽ അഭിമുഖീകരിച്ച് സംസാരിച്ചു. നിഖില വെച്ചാൽ എല്ലാ മേഖല. ളുൽമ് അക്രമം. ദമൻ രക്തം. മാല് ധനം. ഗായിബ് ഹാജറില്ലാത്തവൻ. സൗമ് നോമ്പ്. ദഅവത്ത് പ്രബോധനം. ഇനി നുജീബ് ഉത്തരം എഴുതാനല്ലേ. ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ നബി പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഏതല്ല? 14 കാര്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എണ്ണി പറഞ്ഞ 14 കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് നല്ലപോലെ പഠിച്ച് അറബി മലയാളത്തിൽ എഴുതാൻ പഠിക്കണം. ഇത് ഞാൻ മലയാളത്തിൽ എഴുതിയത് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഗ്രഹിക്കാനാണ്. നിങ്ങൾ അറബി മലയാളത്തിൽ തന്നെ എഴുതിയും മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇനി ഒസ്വത്ത് ബദർ യുദ്ധം നടന്നു എന്നാണ് ചേരുംപടി ഇറക്കാൻ. ഒസ്വത്ത് ഉഹദ് നടന്നു. ഒസ്വത്ത് ഖന്തക്ക്. ഫതഹ് മക്ക. ഹുദൈബിയ. ഹജ്ജത്തുൽ വദാ. ബദർ യുദ്ധം ഹിജ്റ 2-ാം വർഷം. ഒസ്വത്ത് ഉഹദ് ഹിജ്റ 3-ാം വർഷം. ഒസ്വത്ത് ഖന്തക്ക് ഹിജ്റ 5-ാം വർഷം. മക്ക വിജയം ഉണ്ടായത് ഹിജ്റ 8-ാം വർഷം. ഹുദൈബിയ സന്ധി ഹിജ്റ 6-ാം വർഷം. ഹജ്ജത്തുൽ വദാ ഹിജ്റ 10-ാം വർഷം. അപ്പോൾ എന്ത് ചെയ്യുക, ഫതഹ് മക്ക, ഹുദൈബിയ, ഹജ്ജത്തുൽ വദാ ഒക്കെ നമ്മൾ ഈ പാഠങ്ങളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തക്ക് യുദ്ധം നടന്ന വർഷങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഇനി നംലുൽ ഫറാഖാണല്ലോ, പൂരിപ്പിക്കാനല്ലേ. പൂരിപ്പിക്കാൻ ഹജ്ജത്തുൽ വദായിൽ നബിയോടൊപ്പം എത്ര സഹാബികൾ പങ്കെടുത്തു എന്നാ? 100,000-ത്തിലധികം. നബി ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് നേതാക്കന്മാർക്കും ആർക്കും കത്തയച്ചു? രാജാക്കൾക്കും. 13 ജീവിതത്തിൻ്റെ ഡാഷ് മേഖലകളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. നിഖില എല്ലാ മേഖലകളും. 4 ഇസ്ലാമിൻ്റെ കേന്ദ്രമായ ഡാഷ് പ്രകാശിച്ചു. മക്കയും മദീനയും പ്രകാശിച്ചു ഇസ്ലാമിൻ്റെ കേന്ദ്രമായി. 5 സ്വഹാബികൾ ഡാഷ് ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും മേഖലകളിലേക്കും പുറപ്പെട്ടു ഇസ്ലാമിൻ്റെ സന്ദേശം ലക്ഷ്യമാക്കി. നമ്മൾ പറഞ്ഞില്ലേ, സ്വഹാബികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നിഖില മേഖലകളിലേക്കും സഞ്ചരിച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അടുത്ത പേജിലാണ് പറഞ്ഞു. ഇസ്ലാമിൻ്റെ സന്ദേശവുമായി യാത്ര ചെയ്തു. കണ്ടോ, സ്വഹാബികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി യാത്ര ചെയ്തു എന്നാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. ഇനി നുൻഷുൽ ജുമല കേട്ടോ, അത് വാക്യത്തിൽ പ്രയോഗിക്കാൻ. നിഖില മേഖല അഭിസംബോധന ചെയ്തു. ക്ഷതമേൽപ്പിച്ചു. ഒറ്റയായും കൂട്ടമായും. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കണം. പിന്നെ നുത്തർജിമില ലുഗത്തിന. ഇർള് നമ്മ അർത്ഥം പറയാനാണ്. ഇർള് അഭിമാനം. ദമൻ രക്തം. ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ ഹജ്ജ്. അഫ്വാദം കൂട്ടമായി. ദഅവത്ത് പ്രബോധനം. ഇനി അറബിയിലാക്കാൻ പ്രഭാഷണത്തിന് എന്താ? ഖുത്ബ എന്ന് പറയും. നോമ്പിന് സൗമ്. സമ്പത്ത് വെച്ചാൽ മാല്. ഹാജറുള്ളവൻ വെച്ചാൽ ഷാഹിദ്. ഹാജറില്ലാത്തവന് ഗായിബ്. അപ്പോൾ കഴിഞ്ഞ് ഇനി തഖ്സീസ്. ഹജ്ജത്തുൽ വദായിൽ നബി ചെയ്ത പ്രഭാഷണത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ ആവർത്തിച്ച് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.